രക്ഷാപ്രവർത്തനം മാത്രമല്ല കൃഷിയും തങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച് വേറിട്ട മാതൃക കാണിച്ചിരിക്കുകയാണ് മുക്കം അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും ആപ്താമിത്രയും. ഗോളിയോ റയൺസിന്റെ ഉടമസ്ഥതയിലുള്ള മാവൂർപ്പാടത്തെ തരിശ് വയലാണ് കൃഷിയോഗ്യമാക്കി ഇവർ മാറ്റിയത്. ജോലിയുടെ ഇടവേളകളിൽ മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിസരത്ത് പച്ചക്കറി കൃഷി നേരത്തെ വിജയകരമാക്കി നടത്തിയിരുന്നു. ഇതിനിടയിലാണ് നെൽകൃഷി എന്ന ആശയം നിലവിൽ വന്നത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരാണ് ഇത് മുന്നോട്ട് വെച്ചത്. വയലിലുണ്ടായിരുന്ന ആഫ്രിക്കൻ പായലും പുല്ലും നീക്കിയാണ് നിലമൊരുക്കിയത്. തുടർന്ന് പ്രദേശത്തെ കർഷകൻ പൂളക്കോട് അബ്ദുറഹിമാൻ നൽകിയ പൗർണമി നെല്ലിന്റെ ഞാറ് പറിച്ച് വയലിൽ നട്ടാണ് വേറിട്ട ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെയാണ് നെൽകൃഷിയുമായി സിവിൽ ഡിഫൻസ് ആപ്താമിത്ര വളണ്ടിയർമാർ സേവന സന്നദ്ധരായത്. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ, ആപ്താമിത്ര പോസ്റ്റ് വാർഡൻ ജാബിർ കാരമൂല, ഡെപ്യൂട്ടി പോസ്റ്റ് ഓഫീസർ ആയിഷ തെങ്ങിലക്കടവ്, പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് സലീം ചെറുതൊടികയിൽ എന്നിവർ നേതൃത്വം നൽകി. 25ഓളം സിവിൽ ഡിഫൻസ് ആപ്താമിത്ര വളണ്ടിയർമാരാണ് കൃഷിയുമായി എത്തിയത്. വളം നൽകലും പരിപാലിക്കലും ഇവർ തന്നെ നിർവഹിക്കും. വിളവെടുപ്പ് ആഘോഷപൂർവ്വം നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം തരിശ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കി പൊന്നുവിളയിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള വേറിട്ട മാതൃക കാണിക്കുകയാണ് സിവിൽ ഡിഫൻസ് ആപ്താമിത്ര വളണ്ടിയർമാർ. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ.